വിശ്വാസം, വികസനം, ജനക്ഷേമം എന്ന മുദ്രാവാക്യവുമായി നരേന്ദ്രമോദി സർക്കാരിന്റെ 12 വർഷങ്ങൾ പിന്നിട്ടതായി സി സദാനന്ദൻ MP കണ്ണൂർ മാരാർജി ഭവനിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ഭാരതത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും സുവർണവും നാഴികക്കല്ലുമായ സുപ്രധാന വേളയ്ക്കാണ് രാജ്യം സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നതെന്നും ആദ്യ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിന്റെ ഭരണകാലയളവിനെ മറികടന്നാണ് രാജ്യത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും കൂടുതൽ കാലം തുടർച്ചയായി ജനങ്ങളാൽ തെരഞ്ഞെടുക്കപ്പെട്ടു ഭരിക്കുന്ന പ്രധാനമന്ത്രി എന്ന ചരിത്രപരമായ നേട്ടത്തിലേക്ക് നരേന്ദ്രമോദി പ്രവേശിക്കുന്നതെന്നും സദാനന്ദൻ പറഞ്ഞു. 60 കോടി ആളുകൾക്കാണ് ആയുഷ്മാൻ ഭാരത് പദ്ധതി വഴി സൗജന്യ ചികിത്സയും മറ്റ് ആരോഗ്യ സുരക്ഷാ സംവിധാനങ്ങളും. 58 കോടി ആളുകൾ ഇൻഷുറൻസ് പരിരക്ഷയിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. PM ആവാസ് യോജന വഴി നമുക്ക് 4 കോടി കുടുംബങ്ങൾക്ക് വീടുകൾ നിർമ്മിച്ചു നൽകാൻ സാധിച്ചിട്ടുണ്ട്. ഉജ്ജ്വല യോജന വഴി 11 കോടി സ്ത്രീകൾക്ക് സൗജന്യ പാചകവാതക കണക്ഷൻ നൽകാൻ സാധിച്ചു. ജൽജീവൻ മിഷനിലൂടെ 16 കോടി വീടുകളിലാണ് ശുദ്ധജലം എത്തിക്കാൻ സാധിച്ചത്. സ്വച്ഛ ഭാരത് വഴി 12 കോടി ശുചിമുറികൾ നിർമ്മിക്കാൻ നമുക്ക് സാമ്പത്തിക ശാക്തീകരണം, കാർഷികം, തൊഴിൽ തുടങ്ങിയ മേഖലകളിൽ വലിയ നേട്ടങ്ങൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. 11 കോടി കർഷകർക്കാണ് കിസാൻ സമ്മാൻ നിധി വഴിയുള്ള വർഷം 6000 രൂപ എന്ന നിലയ്ക്കുള്ള ധനസഹായം നൽകുന്നത്. കിസാൻ ക്രെഡിറ്റ് കാർഡിന്റെ കാര്യം നമുക്കറിയാം. മുദ്ര യോജനയിലൂടെ 57 കോടി ഈടില്ലാത്ത വായ്പയുടെ ഗുണഭോക്താക്കൾ നമ്മുടെ രാജ്യത്തുണ്ടായി. ആ നിലയ്ക്ക് സാമ്പത്തികമായി നമ്മുടെ പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്ക്, യുവാക്കൾക്ക് ഉയർന്നു വരാനുള്ള പദ്ധതികൾ, അടിസ്ഥാന സൗകര്യ വികസനവും ഗതാഗതവും ആ മേഖല നമ്മൾ നോക്കുകയാണെങ്കിൽ ദേശീയ പാതകളുടെ നീളം 91,287 കിലോമീറ്ററിൽ നിന്ന് 1.46 ലക്ഷം കിലോമീറ്ററായി വർദ്ധിച്ചു. 91,287 കോടി എന്നതിൽ നിന്ന് 1.46 ലക്ഷം കിലോമീറ്റർ എന്ന നിലയ്ക്ക് റോഡുകളുടെ നിർമ്മാണം. റെയിൽവേയിലും വലിയ തോതിലുള്ള വികസനം ഉണ്ടായിട്ടുണ്ട്. 99.6% വൈദ്യുതീകരണം പൂർത്തിയാക്കിയിട്ടുണ്ട്. 1337 സ്റ്റേഷനുകൾ അമൃത് ഭാരത് പദ്ധതിയിലൂടെ നവീകരിക്കുന്നുണ്ട്. 164 വന്ദേ ഭാരത് ട്രെയിനുകൾ ഇന്ന് ഭാരതത്തിൽ സർവീസ് നടത്തുകയാണ്. BJP ജില്ലാ കമ്മിറ്റി ഓഫീസിൽ ചേർന്ന വാർത്താ സമ്മേളനത്തിൽ ജില്ലാ പ്രസിഡന്റ് KK വിനോദ്കുമാറും പങ്കെടുത്തു. ഏജനറ്റ് ന്യൂസ്, കണ്ണൂർ.